ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സ്മാർട്ട് ക്ലാസ് റൂം. ഇന്ന് നമുക്ക് ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ നിന്നും സാധാരണയായി ITI കോഴ്സുകളിലും മറ്റും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാം. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാം. നമുക്കെല്ലാം സംഭവിക്കാവുന്ന ചെറിയ അശ്രദ്ധ വഴി ഇത്തരം പ്രോബ്ലംസിൽ തെറ്റുവരാനും അങ്ങനെ പരീക്ഷകളിൽ മാർക്ക് നഷ്ടപ്പെടാനും ഇടയുണ്ട്. കുറച്ച് ശ്രദ്ധിച്ചു പഠിച്ചാൽ ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ മാർക്ക് മുഴുവൻ നേടാം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്ന് ഓംസ് ലോ, കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ, കിർച്ചോഫ്സ് കറന്റ് ലോ, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നിവയെ സംബന്ധിക്കുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പ്രോബ്ലം: ഇഫ് 0.6 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ എ റെസിസ്റ്റർ ആൻഡ് വോൾട്ടേജ് അപ്ലൈഡ് ഈസ് 12 വോൾട്ട്, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് റെസിസ്റ്റർ? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന സർക്യൂട്ടിൽ കൊടുത്തിരിക്കുന്ന വോൾട്ടേജ് 12 വോൾട്ടും സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റ് 0.6 ആംപിയറുമാണെങ്കിൽ റെസിസ്റ്ററിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓംസ് ലോ പ്രകാരം V = IR ആണല്ലോ. അതിൽ നിന്നും ഓംസ് ലോ ട്രയാങ്കിളിൽ നിന്നും എടുത്തെഴുതാവുന്ന ഒരു ഇക്വേഷൻ ആണ് R = V/I. വോൾട്ടേജിന് 12ഉം കറന്റിന് 0.6 ആംപിയറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഉത്തരം 20 ഓം. 20 ഓം റെസിസ്റ്റൻസ് ആയിരിക്കും ഈ സർക്യൂട്ടിൽ ഉണ്ടാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: റെസിസ്റ്റൻസ് ഓഫ് ആൻ ഇലക്ട്രിക് അയൺ ഈസ് 50 ഓം. 4.2 ആംപിയർ കറന്റ് ഫ്ലോസ് ത്രൂ ദി റെസിസ്റ്റൻസ്. ഫൈൻഡ് ദി വോൾട്ടേജ് ബിറ്റ്വീൻ 2 പോയിന്റ്സ്. R = 50 ഓം, I = 4.2 ആംപിയർ. സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറന്റും സർക്യൂട്ടിൽ പ്രകടമായ റെസിസ്റ്റൻസും നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ഓംസ് ലോ പ്രകാരം V = IR. കറന്റിന്റെ വാല്യൂവും റെസിസ്റ്റൻസിന്റെ വാല്യൂവും നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 4.2 × 50 = 210 വോൾട്ട് ഉത്തരം ലഭിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഫ്രം ദ ഫിഗർ ഷോൺ, what would be the readings in ammeter and voltmeter? ചോദ്യത്തിൽ തന്നിരിക്കുന്ന സർക്യൂട്ടിൽ ഒരു വോൾട്ട് മീറ്ററും ഒരു അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒഴുകുന്ന കറന്റിന്റെയും വോൾട്ടേജിന്റെയും റീഡിംഗ് ആണ് അതിൽ കാണിക്കുക. അതാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സീരീസ് സർക്യൂട്ട് ആയതിനാൽ ഈക്വാലന്റ് റെസിസ്റ്റൻസ് = R1 + R2 + R3 ആയിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ 5 + 8 + 12 = 25 ഓം നമുക്ക് ലഭിക്കും. അമ്മീറ്ററിലൂടെയുള്ള കറന്റ് ഫ്ലോ കണ്ടുപിടിക്കാൻ ഓംസ് ലോ പ്രകാരമുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാവുന്നതാണ്. I = V/R, V = 6 and R = 25. അങ്ങനെ ചെയ്യുമ്പോൾ കറന്റ് 0.24 ആംപിയർ ലഭിക്കും. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് ഒരൊറ്റ കറണ്ടാണ് സർക്യൂട്ടിലൂടെ ഒഴുകുകയുള്ളൂ. അത് 0.24 ആംപിയർ തന്നെയായിരിക്കും. വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് 12 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആണ്. അതുകൊണ്ട് തന്നെ V = IR ഫോർമുലയിൽ R എന്നതിന്റെ സ്ഥാനത്ത് ഈക്വാലന്റ് റെസിസ്റ്റൻസിന് പകരം 12 ഓം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ V = 0.24 × 12 = 2.88 വോൾട്ട് ഉത്തരം ലഭിക്കും. അപ്പോൾ അമ്മീറ്ററിലൂടെയുള്ള കറന്റ് ഫ്ലോ 0.24 ആംപിയറും വോൾട്ട് മീറ്ററിന്റെ റീഡിംഗ് 2.88 വോൾട്ടുമായിരിക്കും. ഫൈൻഡ് ദി ടോട്ടൽ കറന്റ് ആൻഡ് കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റേഴ്സ് കണക്റ്റഡ് ആസ് ഷോൺ ഇൻ ദി ഫിഗർ. സർക്യൂട്ടിൽ 3 റെസിസ്റ്ററുകൾ പാരലൽ ആയി കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു വോൾട്ടേജ് സോഴ്സും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ കണ്ടുപിടിക്കേണ്ടത് സർക്യൂട്ടിലൂടെ ആകെ ഒഴുകുന്ന കറന്റിന്റെ വാല്യൂവും ഓരോ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറന്റിന്റെ വാല്യൂവുമാണ്. അതിനായി ആദ്യം സർക്യൂട്ടിൽ ആകെയുള്ള റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി 1/R equivalent = 1/R1 + 1/R2 + 1/R3 എന്ന ഇക്വേഷൻ എടുക്കുക. 1/R equivalent =
1/100 പ്ലസ് 1/50 പ്ലസ് 1/500. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 16/500 എന്നുത്തരം ലഭിക്കും. അതിൽ നിന്നും ഈക്വലന്റ് റെസിസ്റ്റൻസ് REQ എടുത്തെഴുതുമ്പോൾ അത് 500/16 എന്നാവും. അതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 31.25 ഓം ലഭിക്കും. ഇനി കണ്ടുപിടിക്കേണ്ടത് കറണ്ടും ഓരോ റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടുകളുമാണ്. ഓംസ് ലോ പ്രകാരം V =IR ആണ്. I V/R ആണ്. V എന്ന സ്ഥാനത്ത് 220 വോൾട്ടും R എന്നുള്ള സ്ഥാനത്ത് ഈക്വലന്റ് റെസിസ്റ്റൻസ് ആയ 31.25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വോൾട്ടേജിന്റെ അളവ് 220 ഡിവൈഡഡ് ബൈ R ഈക്വലന്റ് 31.25 ചെയ്യുമ്പോൾ നമുക്ക് 7.04 ആംപിയർ ലഭിക്കും. ഓരോ റെസിസ്റ്ററിലൂടെയുള്ള കറണ്ടിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി I1 V/R1, I2 V/R2 and I3 V/R3 എന്നതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ 2.2 ആംപിയർ I1, I2 4.4 ആംപിയർ ആൻഡ് I3 0.44 ആംപിയർ ഉത്തരം ലഭിക്കും. ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് I1 പ്ലസ് I2 പ്ലസ് I3 ചെയ്യുമ്പോൾ 7.04 ആംപിയർ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി കറന്റ് ത്രൂ ദി സർക്യൂട്ട് ഇഫ് ദി വോൾട്ടേജ് അപ്ലൈഡ് ഈസ് 12 വോൾട്ട്. സർക്യൂട്ടിൽ 12 വോൾട്ടേജ് ആണ് അപ്ലൈ ചെയ്തിട്ടുള്ളതെങ്കിൽ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊരു സീരീസ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ടാണ്. ആദ്യം 3 ഓമും 6 ഓമും പാരലലായി കണക്ട് ചെയ്തിരിക്കുന്നു. അതിന്റെ R ഈക്വലന്റ് കണ്ടുപിടിക്കണം. അത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ 1/REQ = 1/R1 പ്ലസ് 1/R2 = 1/3 പ്ലസ് 1/6 ചെയ്യുക. അപ്പോൾ R ഈക്വലന്റ് 2 ഓം ലഭിക്കും. ഈ 2 ഓം റെസിസ്റ്ററും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന 2 ഓം റെസിസ്റ്ററും സീരീസ് ആയി കണക്ട് ചെയ്തിട്ടുള്ളവയാണ്. അതുകൊണ്ട് വീണ്ടും ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. രണ്ടാമത്തെ ഈക്വലന്റ് റെസിസ്റ്റൻസ് ആണ് സർക്യൂട്ടിൽ ആകെയുള്ള റെസിസ്റ്റൻസിന്റെ അളവിനെ കാണിക്കുന്നത്. R equivalent = R1 plus R2 that is equal to നമ്മൾ കണ്ടുപിടിച്ച 2 ohm പ്ലസ് സർക്യൂട്ടിലുള്ള 2 ohm that is equal to 4 ohm. ഇതാണ് സർക്യൂട്ടിലുള്ള റെസിസ്റ്റൻസിന്റെ വാല്യൂ. ഇനി കണ്ടുപിടിക്കേണ്ടത് സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്. I = V/R, V = 12 volt and R = 4 volt. 12/4 = 3 ampere. Next question. Find current flowing through a circuit shown if 6 volt is applied across it. 6 വോൾട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതും നേരത്തെ ചെയ്ത പോലെ ചെയ്യുക. 3 റെസിസ്റ്റേഴ്സ് 1 ohm, 2 ohm, 6 ohm പാരലൽ ആയി കണക്ട് ചെയ്തിരിക്കുന്നു. 1/1 പ്ലസ് 1/2 പ്ലസ് 1/6 that is equal to 3/2 plus 6. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് R ഈക്വലന്റിന്റെ വാല്യൂ ലഭിക്കും. R equivalent is equal to 12/20 is equal to 0.6 ohm ആണ് ലഭിക്കുക. ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ ഓംസ് ലോ അപ്ലൈ ചെയ്യുക. I is equal to V/R, V is equal to 6 volt, R is equal to 0.6 ohm, I is equal to 6/0.6 that is equal to 10 ampere. Next question. An electric motor takes 5 ampere from a 220 volt line. Determine the power of the motor and the energy consumed in 2 hours. ഇവിടെ ഒരു ഇലക്ട്രിക് മോട്ടർ 5 ആംപിയർ കറണ്ടും 220 വോൾട്ട് ലൈനിൽ നിന്നും വലിക്കുകയാണെങ്കിൽ ഈ മോട്ടറിന്റെ പവർ കണ്ടുപിടിക്കുക. പിന്നെ കണ്ടുപിടിക്കേണ്ടത് ഈ മോട്ടർ എനർജി എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്, 2 മണിക്കൂർ പ്രവർത്തിച്ചാൽ എത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നതും കണ്ടുപിടിക്കേണ്ടതുണ്ട്. ആദ്യം പവർ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പവറിന്റെ ഇക്വേഷനായ P = V × I സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വോൾട്ടേജ് 220 വോൾട്ട്, I 5 ആംപിയർ.
that is equal to 1100 watt. Energy consumed is equal to power into time, that is equal to 1100 into 2, that is equal to 2200 watt hour. Next question. A copper wire has a diameter of 0.5 mm and resistivity of 1.6 into 10 raised to negative 8 ohm meter. What will be the length of this wire to make its resistance 10 ohm? How much does the resistance change if the diameter is doubled? ഇവിടെ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയുടെ ഒരു പ്രോബ്ലമാണ് ഇത്. ഒരു കോപ്പർ വയറിന്റെ ഡയാമീറ്റർ തന്നിരിക്കുന്നു 0.5 mm. അതിന്റെ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയുടെ വാല്യൂ ആണ് തന്നിരിക്കുന്നത് 1.6 into 10 raised to negative 8 ohm meter. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ വയറിന്റെ ലെങ്ത്. റെസിസ്റ്റൻസ് 10 ഓം ആണെങ്കിൽ ഈ വയറിന്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കേണ്ടത്. വീണ്ടും ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ഡയാമീറ്റർ ഡബിൾ ചെയ്യുകയാണെങ്കിൽ, ഇരട്ടിക്കുകയാണെങ്കിൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എപ്രകാരം ചേഞ്ച് ചെയ്യും എന്നും ചോദ്യത്തിലുണ്ട്. ആദ്യം നമുക്ക് ലെങ്ത് ഓഫ് ദ വയർ കണ്ടുപിടിക്കാം. നമുക്കറിയാം റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ R is equal to rho L by A. ഇതിൽ നിന്നും ലെങ്ത്തിന്റെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ L is equal to RA by rho. ക്രോസ് സെക്ഷണൽ ഏരിയ A കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പൈ R സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇതിനുവേണ്ടി റേഡിയസ് ആവശ്യമാണ്. ഇവിടെ തന്നിട്ടുള്ളത് ഡയാമീറ്റർ ആണ്, 0.5 mm എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നത് ഡയാമീറ്ററിന്റെ നേർപകുതിയായിരിക്കും. അതായത് 0.5 by 2, that is equal to 0.25 mm. ഇതിനെ mmൽ നിന്നും മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതുണ്ട്. അതിനായി 0.25 ഡിവൈഡഡ് ബൈ 1000 ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരത്തിനെ നമുക്ക് 0.25 into 10 raised to minus 3 meter എന്നെഴുതാം. അതിൽ നിന്നും ഏരിയ കണ്ടുപിടിക്കുക. പൈ ആർ സ്ക്വയർ ആണല്ലോ ഏരിയയുടെ ഫോർമുല. A is equal to പൈയുടെ വാല്യൂ 3.14 into 0.00025 into 0.00025, that is equal to 1.96 into 10 raised to minus 6. ഇതിൽ ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന പൂജ്യങ്ങളെയൊക്കെ 10 raised to പവർ ആക്കി എഴുതണം. L ലെങ്ത് ഓഫ് ദി വയർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 10 into 1.96 into 10 raised to minus 6 divided by 1.6 into 10 raised to minus 8. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 122.5 മീറ്റർ ലെങ്ത് ലഭിക്കും. ഇനി ഇതേ ക്വസ്റ്റ്യനുള്ള അടുത്ത ചോദിച്ചിരിക്കുന്ന കാര്യം, ഡയാമീറ്റർ ഇരട്ടിക്കുകയാണെങ്കിൽ ഇതിന്റെ റെസിസ്റ്റൻസിന് എന്ത് മാറ്റം വരും എന്നുള്ളതാണ്. ഡയാമീറ്റർ ഇരട്ടിക്കുകയാണെങ്കിൽ D is equal to 1 mm ആവും. അപ്പോൾ റേഡിയസ് അതിന്റെ നേർപകുതി എടുക്കുമ്പോൾ 0.5 mm ആവും. mmനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 into 10 raised to negative 3 meter. പുതിയ റെസിസ്റ്റൻസ് R dash is equal to rho L by A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1.6 into 10 raised to minus 8 into 122.5 divided by 0.785 into 10 raised to minus 6. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2.50 ഓം ഉത്തരം ലഭിക്കും. അതായത് ഡയാമീറ്റർ ഡബിൾ ചെയ്തപ്പോൾ റെസിസ്റ്റൻസ് 10 ഓമിൽ നിന്നും 2.5 ഓമായി കുറയുകയാണ് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. When a 12-volt battery is connected across an unknown resistor, there is a current of 2.5 milliampere in the circuit. Find the value of resistor. ഇവിടെ 12 വോൾട്ട് വോൾട്ടേജ് തന്നിട്ടുണ്ട്. കറണ്ട് 2.5 മില്ലി ആംപെയർ ആണ് തന്നിട്ടുള്ളത്. മില്ലി ആംപെയറിനെ ആംപെയറിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ 0.0025 ആംപെയർ ലഭിക്കും. ഈ വാല്യൂസ് ഓംസ് ലോ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R is equal to V by I, that is equal to 12 by 0.0025 ചെയ്യുമ്പോൾ നമുക്ക് 480 ഓം ഉത്തരം ലഭിക്കും.
A battery of 9 volt is connected in series with resistors of 0.2, 0.3, 0.4, 0.5 and 12 ohm respectively. How much current would flow through the 12 ohm resistor? 0.2, 0.3, 0.4, 0.5, 12 എന്നിങ്ങനെ 5 റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു 9 വോൾട്ട് ബാറ്ററിയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ ചോദിച്ചിരിക്കുന്നത് 12 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ വാല്യൂ ആണ്. നമുക്കറിയാം സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് സീരീസ് സർക്യൂട്ടിൽ കറണ്ട് ഡിവൈഡ് ചെയ്തു പോകുന്നില്ല. ഒരു കറണ്ട് മാത്രമേ സർക്യൂട്ടിൽ കാണുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഓംസ് ലോ ഉപയോഗിച്ച് ഈ പ്രോബ്ലം വളരെ ഈസി ആയി ചെയ്യാം. I is equal to V by R. R equivalent is equal to സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് R1 പ്ലസ് R2 പ്ലസ് R3 പ്ലസ് R4 പ്ലസ് R5 ചെയ്യുക. അത് ചെയ്യുമ്പോൾ നമുക്ക് 13.4 ഓം ലഭിക്കും. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ I is equal to 9 by 13.4 that is equal to 0.67 ആംപിയർ ഉത്തരം ലഭിക്കും. Show how you would connect 3 resistors each of 6 ohms so that the combination has a resistance of 9 ohm and 4 ohm. ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 3 റെസിസ്റ്ററുകൾ 6 ഓം വീതമുള്ള റെസിസ്റ്ററുകളാണ്. ഇവ എങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ 9 ഓമും 4 ഓമും ഈക്വലന്റ് റെസിസ്റ്റൻസ് ലഭിക്കുമെന്നതാണ്. നമുക്കറിയാം 3 റെസിസ്റ്ററുകൾ സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ R equivalent is equal to 6 plus 6 plus 6 that is equal to 18 ഓം ആണ് ലഭിക്കുക. 3 റെസിസ്റ്റേഴ്സ് പാരലൽ ആയി കണക്ട് ചെയ്യുകയാണെങ്കിലോ 1 by R equivalent is equal to 3 by 6 is equal to 1 by 2 and R equivalent is equal to 2 ഓം ആണ് ലഭിക്കുക. അപ്പോൾ 9 ഓമും 4 ഓമും നമുക്ക് ലഭിക്കണമെങ്കിൽ സീരീസ് ആൻഡ് പാരലൽ കോമ്പിനേഷൻ സർക്യൂട്ട് എടുക്കണം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ കണക്ട് ചെയ്യുകയാണെങ്കിൽ R equivalent കണ്ടുപിടിക്കുന്നതിന് വേണ്ടി 2 6 ഓം റെസിസ്റ്ററുകൾ പാരലലായും 1 6 ഓം റെസിസ്റ്റർ ഇതിന് സീരീസ് ആയിട്ടുമാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. 1 by R equivalent is equal to 1 by 6 plus 1 by 6 that is equal to 2 by 6. R equivalent is equal to 3 ohm. Total resistance R is equal to 6 plus 3 that is equal to 9 ohm. Next കണ്ടീഷനിൽ സർക്യൂട്ട് ഇപ്രകാരം കണക്ട് ചെയ്യണം. 2 റെസിസ്റ്ററുകൾ സീരീസ് ആയും കോമൺ ആയി പാരലൽ കണക്ഷൻ 6 ഓമും കൊടുത്തിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ R equivalent is equal to 6 plus 6 12 ohm. 1 by R total is equal to 1 by 6 plus 1 by 12 that is equal to 18 by 72. R total is equal to 4 ohm. Several electric bulbs designed to be used in a 220 volt electric supply line are rated 10 watt. How many lamps can be connected in parallel with each other across the 2 wires of 220 line if the maximum allowable current is 5 ampere? ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വോൾട്ടേജ് 220ഉം കറണ്ട് 5 ആംപിയറുമാണെങ്കിൽ 10 വാട്ടിന്റെ ബൾബ് എങ്ങനെ കണക്ട് ചെയ്യണം എന്നതാണ്. ഇതിൽ നിന്നും R is equal to V by I കണ്ടുപിടിക്കുകയാണെങ്കിൽ R equivalent of the circuit ആണ് ലഭിക്കുക. R equivalent of the circuit is equal to 220 by 5 that is equal to 44 ohm ലഭിക്കും. ഇനി ഓരോ ലാമ്പും പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി പവറിന്റെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. P is equal to V square by R ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ R1 is equal to V square by P that is equal to 220 square divided by 10 that is equal to 4840 ohm. 10 വാട്ട് ലാമ്പ് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ആണ് 4840 ഓം. ഇപ്രകാരം എത്ര ബൾബുകൾ കണക്ട് ചെയ്യണം എന്നതാണ് ചോദ്യം. പാരലൽ കണക്ഷൻ ആണെങ്കിൽ ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഫോർമുല 1 by R equivalent is equal to 1 by R1 plus 1 by R2 plus 1 by R3 എന്നിങ്ങനെയായിരിക്കും. നമ്പർ ഓഫ് ലാംപ്സ് X ആയി എടുക്കുകയാണെങ്കിൽ ഇക്വേഷൻ 1 by R equivalent is equal to 1 by R1 into X എന്നായിരിക്കും. ഇതിൽ നിന്നും X കണ്ടുപിടിക്കുന്നതിന് വേണ്ടി X is equal to R1 divided by R equivalent that is equal to 4840 divided by 44 that is equal to 110.
110 ലാംപ്സ് പാരലലായി കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്രകാരം പവർ ലഭിക്കുന്നതാണ്. Compare the power used in the 2 ohm resistor in each of the following circuit. First one, a 6 volt battery in series with 1 and 2 ohm resistors, a 4 volt battery in parallel with 12 and 2 ohm resistors. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് 6 വോൾട്ട് ബാറ്ററി 1ഉം 2ഉം ഓം റെസിസ്റ്ററുകളിൽ സീരീസ് ആയി കണക്ട് ചെയ്യുകയാണെങ്കിൽ എത്ര പവർ ആ സർക്യൂട്ടിൽ ഉണ്ടാവും എന്നതാണ്. ഓംസ് ലോ പ്രകാരം I = V/R എന്ന ഇക്വേഷൻ എടുക്കുക. അതിനു മുന്നേ R ഈക്വലന്റ് കണ്ടുപിടിക്കുക. സീരീസ് സർക്യൂട്ട് ആയതുകൊണ്ട് 1 + 2 = 3 ഓം ആയിരിക്കും ഈക്വലന്റ് റെസിസ്റ്റൻസ്. I = 6/3 = 2 ആംപിയറും ലഭിക്കും. പവറിന്റെ ഇക്വേഷൻ P = I²R എടുക്കുക. 2 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന പവർ ആണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് ആറിന്റെ സ്ഥാനത്ത് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ 2 × 2 × 2 = 8 വാട്ട് പവർ ലഭിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് വോൾട്ടേജ് 4 വോൾട്ട് ആണെങ്കിൽ 2 ഓം റെസിസ്റ്ററിലൂടെ ഒഴുകുന്ന പവർ എത്രയായിരിക്കും എന്നതാണ്. പാരലൽ സർക്യൂട്ട് ആയതുകൊണ്ട് കറണ്ട് ത്രൂ 2 ഓം റെസിസ്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി I = V/R എന്ന ഇക്വേഷനിൽ ആറിന്റെ സ്ഥാനത്ത് 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ I = V/R = 4/2 ചെയ്യുമ്പോൾ 2 ആംപിയർ കറണ്ട് ലഭിക്കും. ഇത് പവറിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ P = I × R = 2 × 2 × 2 = 8 വാട്ട് ലഭിക്കും. രണ്ട് കേസിലും പവർ സെയിം തന്നെയാണ്, 8 വാട്ടാണ് ലഭിക്കുക. 2 lamps, one rated 100 watt at 220 volt and the other 60 watt at 220 volt are connected in parallel to electric main supply. What current is drawn from the line if the supply voltage is 220 volt? Here both the lamps are connected in parallel, therefore there is no division of voltage. ഇവിടെ പാരലൽ കണക്ഷൻ ആയതുകൊണ്ട് വോൾട്ടേജ് ഡിവിഷൻ വരുന്നില്ല. കറണ്ട് ഡ്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടി പവറിന്റെ ഇക്വേഷൻ എടുക്കാം. P = V × I. കറണ്ട് ഡ്രോൺ ബൈ 100 വാട്ട് ലാമ്പ് I = 100/220 = 0.45 ആംപിയർ. കറണ്ട് ഡ്രോൺ ബൈ 60 വാട്ട് ലാമ്പ് I = 60/220 = 0.27 ആംപിയർ. ടോട്ടൽ കറണ്ട് ഡ്രോൺ കണ്ടുപിടിക്കാൻ വേണ്ടി രണ്ട് പവറുകളും തമ്മിൽ കൂട്ടുക. 0.45 + 0.27 ആംപിയർ. Which uses more energy, a 250 watt TV set in 1 hour or a 1200 watt toaster in 10 minutes? 1 മണിക്കൂർ വർക്ക് ചെയ്യുന്ന 250 വാട്ട് പവർ ഉള്ള TV സെറ്റ് ആണോ 10 മിനിറ്റ് വർക്ക് ചെയ്യുന്ന 1200 വാട്ടുള്ള ടോസ്റ്റർ ആണോ കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ചോദ്യം. TV സെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എനർജി കണ്ടുപിടിക്കാൻ വേണ്ടി E = P × T ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 250 × 1 = 250 വാട്ട് അവർ എനർജി ലഭിക്കും. ടോസ്റ്റർ കൺസ്യൂം ചെയ്ത എനർജി കിട്ടുവാൻ വേണ്ടി P × T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ടൈമിനെ ഹവറിലാക്കി മാറ്റുക. 10 minutes = 10/60 hours, that is equal to 0.167 hours. E = 1200 into 0.167, that is equal to 200 watt hour. അതായത് TV സെറ്റ് കൺസ്യൂം ചെയ്യുന്ന പവർ 280 വാട്ട് അവറും ടോസ്റ്റർ കൺസ്യൂം ചെയ്ത എനർജി 200 വാട്ട് അവർ ആണ്. ഇതിൽ നിന്നും മനസ്സിലാകുന്നത് TV സെറ്റാണ് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നത് എന്നതാണ്. If R1 is equal to 2 ohm, R2 is equal to 4 ohm and R3 is equal to 6 ohm, determine electric current flowing through the circuit. ഈ ഒരു ക്വസ്റ്റ്യൻ KVL റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ഫിഗർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിൽ
3 റെസിസ്റ്ററുകളുണ്ട്, R1, R2, R3. 2 സോഴ്സുകളുണ്ട്, E1 ആൻഡ് E2. KVL ഇക്വേഷൻ എഴുതാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണെന്ന് പ്രോബ്ലം ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അസ്യൂം ചെയ്യുക. ഈ കാണിച്ചിരിക്കുന്ന പോലെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ, ആരോ കാണിച്ചിരിക്കുന്നത് പോലെയാണ് കറണ്ടിന്റെ ഡയറക്ഷൻ എന്ന് എടുക്കുക. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത് എന്നെടുക്കുക. അപ്പോൾ E1 എന്ന സോഴ്സിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ആണ് ഫ്ലോ വരുന്നത്. അതുകൊണ്ട് തന്നെ E1 പോസിറ്റീവായി എടുക്കുക. E2വിലാണെങ്കിൽ പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് E2 നെഗറ്റീവ് ആയി എടുക്കുക. ഇത് മനസ്സിലാക്കിയാൽ KVL ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ എഴുതാം. KVL ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ പോസിറ്റീവ് E1ഉം നെഗറ്റീവ് E2ഉമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അതായത് E1 മൈനസ് E2 is equal to 3 റെസിസ്റ്ററിലൂടെയുള്ള വോൾട്ടേജ് എടുക്കുമ്പോൾ അതിനെ എങ്ങനെ എഴുതാം? I into R1 plus I into R2 plus I into R3. അപ്പോൾ KVL ഇക്വേഷൻ ഇപ്രകാരമാണ്. E1 നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് ആയതുകൊണ്ട് E1 പോസിറ്റീവായി എടുക്കുക. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് ആയതുകൊണ്ട് E2 നെഗറ്റീവായി എടുക്കുക. അപ്പോൾ E1 മൈനസ് E2 is equal to IR1 plus IR2 plus IR3. ഇതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9 minus 3 is equal to 2 plus 4 plus 6i. അതായത് 12i is equal to 6. ഇതിൽ നിന്നും i വളരെ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം. I is equal to 6 by 12, that is equal to 0.5 ampere. ഇതും KVL ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. ഇതിൽ 2 സോഴ്സും 3 റെസിസ്റ്ററുകളും തന്നെയാണുള്ളത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ 20 വോൾട്ടിന്റെ സോഴ്സ് നെഗറ്റീവായും 12 വോൾട്ടിന്റെ സോഴ്സ് നെഗറ്റീവായും എടുക്കുക. 2 സോഴ്സുകളും നെഗറ്റീവായിരിക്കും. അതായത് നെഗറ്റീവ് E1 മൈനസ് E2 is equal to IR1 plus IR2 plus IR3. ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ മൈനസ് 32 is equal to 20i. I is equal to negative 32 by 20. ഉത്തരം ലഭിക്കും. Flowing through the circuit is 1.6 ampere. ഇവിടെ നമുക്ക് കിട്ടുന്നത് നെഗറ്റീവ് 1.6 ampere ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിനർത്ഥം ആക്ച്വൽ കറണ്ട് ഫ്ലോയിങ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. അതായത് നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷന് നേരെ എതിർ ദിശയിലായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ എന്നാണ് ഈ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദി കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി സർക്യൂട്ട്. ഈക്വലന്റ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. R1 and R2 is equal to 12 ohm. 1 by R equivalent is equal to 1 by 12 plus 1 by 12, that is equal to 1 by 6. R equivalent is equal to 6 ohm. According to KVL ന്റെ ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതുമ്പോൾ E1 നെഗറ്റീവ് സൈനായും E2 പോസിറ്റീവ് സൈനായും എടുക്കുക. Then negative E1 plus E2 is equal to 3i plus 6i plus 6i. 6 is equal to 15i. അതിൽ നിന്നും I is equal to 6 by 15, 0.4 ampere നമുക്ക് ലഭിക്കും. For the figure shown, find current through each resistors. ഈ ഒരു സർക്യൂട്ടിലൂടെ ഒഴുകുന്ന കറണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ KCL അപ്ലൈ ചെയ്യണം. KCL അനുസരിച്ച് I1, I2, I1 മൈനസ് I2 എന്നിങ്ങനെ കറണ്ടുകൾ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഡയറക്ഷനിലാണെന്ന് അസ്യൂം ചെയ്യുക. 2 ലൂപ്പുകൾ കാണാം. അതിൽ ആദ്യത്തെ ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് E1 is equal to I1 R1 plus I2 R2 എന്നൊരു ഇക്വേഷൻ ലഭിക്കും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
10i1 പ്ലസ് 4i2 ഇസ് ഈക്വൽ ടു 20 എന്ന് ലഭിക്കും. സെക്കൻഡ് ലൂപ്പിൽ KVL അപ്ലൈ ചെയ്യുമ്പോൾ 8i1 മൈനസ് 12i2 ഇസ് ഈക്വൽ ടു 12 എന്ന ഇക്വേഷൻ ലഭിക്കും. ഈ രണ്ട് ഇക്വേഷനുകൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 38i1 ഇസ് ഈക്വൽ ടു 72 എന്ന് ലഭിക്കും. ഇതിൽ നിന്നും i1 ഇസ് ഈക്വൽ ടു 1.89 ആംപിയർ എന്ന് ലഭിക്കും. ഇത് രണ്ടാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ i2 ഇസ് ഈക്വൽ ടു 0.26 ആംപിയർ ലഭിക്കും. അപ്രകാരം കറണ്ട് ത്രൂ R1 ഇസ് ഈക്വൽ ടു 1.89 ആംപിയർ, കറണ്ട് ത്രൂ R2 ഇസ് ഈക്വൽ ടു 0.26 ആംപിയർ ആൻഡ് കറണ്ട് ത്രൂ R3 ഇസ് ഈക്വൽ ടു 1.63 ആംപിയറും ലഭിക്കും. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഓംസ് ലോ, കിർച്ചോഫ്സ് ലോ, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്നിവയെ ബന്ധിപ്പിക്കുന്ന ഇക്വേഷനുകളും പ്രോബ്ലംസുമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.